ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഉടമസ്ഥതയിലുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേരിൽ കളത്തിലിറങ്ങും. കേരളത്തിൽ നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിന്റെ ഗുഡ്വിൽ അംബാസഡറാകാനുള്ള സർക്കാർ ക്ഷണം സച്ചിൻ സ്വീകരിച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ISL മത്സരങ്ങൾ ആരംഭിക്കുക. IPL മാതൃകയിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി ക്ലബിന്റെ പേര് പ്രഖ്യാപിക്കുന്നതിനാണ് സച്ചിൻ തലസ്ഥാനത്തെത്തിയത്. രാവിലെ 9 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ സച്ചിന് വിമാനത്താവളത്തിനു പുറത്ത് തടിച്ചുകൂടിയ ആരാധകരുടെ ആവേശം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി 11 മണിയോടെ സച്ചിൻ സെക്രട്ടേറിയറ്റിലെത്തി. സെക്രട്ടേറിയറ്റിലും നൂറുകണക്കിന് ആളുകളാണ് താരത്തെ സ്വീകരിക്കാൻ എത്തിയത്. മുഖ്യമന്ത്രി ആറന്മുള കണ്ണാടി നൽകി സച്ചിനെ സ്വീകരിച്ചു. ശേഷം മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നീണ്ട ചർച്ച. പിന്നീട് സച്ചിൻ കേരള ടീമിന്റെ പേര് പ്രഖ്യാപിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്. That is the name. Thank you. Kerala Blasters. It is Kerala Blasters Football Club. Possibly one can say that my association, people call me Master Blaster, and I am supporting Kerala team, Kochi team. So I thought the entire Kerala is with Kochi team and behind our football team. And their support is extremely important. That's why we've called the team Kerala Blasters Football Club. കേരളത്തിൽ നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിന്റെ ഗുഡ്വിൽ അംബാസഡറാകണമെന്ന സർക്കാരിന്റെ ആവശ്യം സന്തോഷത്തോടെ തന്നെ സച്ചിൻ സ്വീകരിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. കൊച്ചി ടീമിന് സർക്കാർ പിന്തുണയും കൊച്ചിയിലെ മത്സരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള സഹായവും അഭ്യർത്ഥിച്ചാണ് സച്ചിൻ കേരളത്തിലെത്തിയിരിക്കുന്നത്. 1 മണിയോടെ പ്രത്യേക വിമാനത്തിൽ സച്ചിൻ കൊച്ചിയിലേക്ക് തിരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഹോം ഗ്രൗണ്ടാകുന്ന കലൂരിലെ സ്റ്റേഡിയം സച്ചിൻ ടെണ്ടുൽക്കർ സന്ദർശിച്ചു. ആരാധകരുടെ തിക്കും തിരക്കും കാരണം ഗ്രൗണ്ടിലെത്താൻ സച്ചിന് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആരാധകരുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ സച്ചിൻ തന്റെ ടീമിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കൊച്ചി ടീം ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയ ശേഷം ആദ്യമായി തന്റെ ടീമിന്റെ ഹോം ഗ്രൗണ്ടിലെത്തിയ സച്ചിനെ കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് സ്റ്റേഡിയത്തിനകത്തും പുറത്തും തടിച്ചുകൂടിയത്. ഉച്ചയ്ക്ക് 2:30 സ്റ്റേഡിയത്തിന് പുറത്തെത്തിയെങ്കിലും ആരാധകരുടെ ആവേശം അനിയന്ത്രിതമായതോടെ അകത്തേക്ക് കടക്കാൻ സച്ചിന് നന്നേ വിയർക്കേണ്ടി വന്നു. ആളുകളെ നിയന്ത്രിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങില്ലെന്ന് ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട സച്ചിന് ഒരു ഘട്ടത്തിൽ അധികൃതരോട് പറയേണ്ടിയും വന്നു. ഒടുവിൽ പോലീസ് വഴിയൊരുക്കിയ ശേഷം മാത്രമാണ് സച്ചിൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായത്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്തമുത്തായ IM വിജയനുമൊപ്പം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ സച്ചിൻ തന്റെ ഫുട്ബോളിലെ താല്പര്യം വിജയനുമായി പങ്കുവച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധ പിന്തുണയും സച്ചിൻ അഭ്യർത്ഥിച്ചു. The love and affection that we've experienced since the time we've landed, it's been incredible. Absolutely, we are all speechless. Thank you very much for showering all the love and continue to do so. We are excited about the football season starting in September. സ്റ്റേഡിയത്തിൽ സച്ചിന്റെ പേരിൽ KC തുടങ്ങിയ സച്ചിൻ പവലിയനും സന്ദർശിച്ച ശേഷമാണ് സച്ചിൻ മടങ്ങിയത്. നേരത്തെ വിമാനത്താവളത്തിലെത്തിയ സച്ചിനെ മേയർ ടോണി ചമ്മിണി സ്വീകരിച്ചു. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1 കൊച്ചി. ക്രിക്കറ്റ് പരിശീലകൻ ഗോപകുമാർ കുവൈത്തിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഡോക്ടർ രവികുമാർ, മാനേജിംഗ് എഡിറ്റർ, ദോഹ സ്റ്റേഡിയം പ്ലസ് സ്പോർട്സ് വീക്കിലി, അദ്ദേഹവും ഖത്തറിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. കായിക താരവും മാധ്യമപ്രവർത്തകവുമായ ഷക്കീബ് കൊളക്കാടനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഗോപകുമാറിലേക്ക്. ഒരു ക്രിക്കറ്റ് താരം മാത്രമല്ല, ക്രിക്കറ്റ് എക്കാലവും കണ്ട മികച്ച താരം ഫുട്ബോളിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതും കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, ആ കൊച്ചി പോലുള്ളൊരു നഗരത്തിൻ്റെ ടീമിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് സച്ചിൻ്റെ പുതിയ നീക്കം കായിക ലോകത്ത് നൽകുന്ന സന്ദേശം? പുതിയ നീക്കം വളരെയധികം സ്വാഗതാർഹമാണ്. കാരണം സച്ചിൻ ഇപ്പൊ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ക്രിക്കറ്റിൽ തന്നെ ക്രിക്കറ്റും ഫുട്ബോളും പ്രത്യേകിച്ച് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സച്ചിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാഷനാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അതിൽ ആൾക്കാരെ ഗ്രൂം ചെയ്യുക, അതിൽ ഇന്നോവേഷൻ, പുതിയ പുതിയ ഇന്നോവേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് സച്ചിന്റെ പുതിയ ലക്ഷ്യം. അതിൽ പിന്നെ രണ്ടാമത്തെ വശം ബിസിനസ് ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത്. സച്ചിൻ ഇത്രയും നാളും സ്പോർട്സിൽ കളിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ
പുതിയൊരു നീക്കം, ബിസിനസിന്റെ പുതിയൊരു ബിസിനസ് ചായവും കൂടി ഇതിലേക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ പുതിയ പുതിയ ക്ലബ്ബുകൾ വളരെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ രീതിയിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതൊരു ലോങ് റണ്ണിൽ അദ്ദേഹത്തിന് വലിയ ഒരു അച്ചീവ്മെന്റ് ആയും അദ്ദേഹത്തിന്റെ ഒരു വളരെയധികം പ്രോഫിറ്റുകൾ അതിലൂടെ ഉണ്ടാക്കാം. അതിലൂടെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അദ്ദേഹത്തിന്റെ പേരുകൾ എടുക്കുകയും ചെയ്യാം. റൈറ്റ് ഗോപകുമാർ, മടങ്ങിയെത്താം. ഡോക്ടർ രവികുമാർ, ഇവിടെ ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബിസിനസ്സായി സച്ചിൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ ആ ബിസിനസ്സിന് മികച്ച താരങ്ങളെ ആവശ്യമുണ്ട്. ഇന്ത്യയിലെ നിലവിലുള്ള ഫുട്ബോൾ താരങ്ങൾ, ഫുട്ബോൾ കളിക്കാർ, ഏറ്റവും മികച്ച കളിക്കാരെ തന്നെ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. പക്ഷേ സംഘാടകർ പറയുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള താരങ്ങളെ തന്നെ ഈ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവരുമെന്ന്. ഇതെല്ലാം സാധ്യമാവുന്ന ഒന്നാണോ? ഇത് ഒരു വൻ ബഡ്ജറ്റ് പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. 8 ഫ്രാഞ്ചൈസികളും കൂടെ ചേർന്ന് ഏകദേശം 120 കോടി രൂപ ചെലവാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പണം കൊടുത്താൽ പ്രഗത്ഭരായ കളിക്കാരെ കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷെങ്കിൽ ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു കാര്യം, അല്ലെങ്കിൽ താങ്കൾ ചോദിച്ച പോലെ ക്രിക്കറ്റിന്റെ ഈ താരം, ഈ സെഞ്ചുറിയുടെ തന്നെ താരം ഫുട്ബോളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഫുട്ബോൾ പ്രേമികൾ മനസ്സിലാക്കണം. കൽക്കട്ട ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത് സൗരവ് ഗാംഗുലിയാണ്, കൊച്ചിയിൽ സച്ചിൻ, പിന്നെ പൂനെയില് സിനിമാ താരം സൽമാൻ ഖാൻ, ബോംബെയിലെ രൺബീർ കപൂർ, ഷില്ലോങ്ങിലെ ജോൺ, പിന്നെ ഡൽഹിയിലെ ഡെൻ നെറ്റ്വർക്കും ബാംഗ്ലൂരിൽ സൺ ഗ്രൂപ്പും ഗോവയിൽ വീഡിയോകോണും. ഒറ്റ ഒരു ഫുട്ബോൾ താരം പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പഴയ ഫുട്ബോൾ താരത്തിന് ഈ ഇതിലേക്ക് മുന്നോട്ടിറങ്ങാൻ ആയിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫുട്ബോളിന്റെ സാമ്പത്തിക പഴയ ഒരു ഫുട്ബോൾ താരം എത്രയോ സാമ്പത്തിക പരാധീനതയിലാണ് ഇന്നും കഴിയുന്നത്. ക്രിക്കറ്റിലുണ്ടായിട്ടുള്ള പണമാണ് ഇപ്പോൾ ഫുട്ബോളിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഫുട്ബോൾ എന്നും ഒരു വളരെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഗെയിമായിട്ട് ഇന്നും ഇന്ത്യയിൽ തുടരുകയും അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. റൈറ്റ് രവികുമാർ, മടങ്ങിയെത്താം. ഗോപകുമാർ, ഇവിടെ രവികുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഫുട്ബോൾ ഒരു അവശ്യ കായിക വിനോദമായി ഇന്ത്യയിൽ തുടരുകയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം അതൊന്നും ആയിരുന്നില്ല. അവശതയിലായിരുന്നെങ്കിലും അതിനൊരു പ്രതാപകാലമുണ്ടായിരുന്നു. പക്ഷേ ഈ കാലം അത്രയും സ്വാതന്ത്ര്യത്തിന് ശേഷം 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഫുട്ബോൾ കളിക്ക് ഇന്ത്യയിലുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്കിൽ ഞാൻ സ്പെയിനിലായിരുന്നു. ഞാൻ സ്പെയിനിൽ റിയൽ മാഡ്രിഡ് ക്ലബ്ബ് പോയി സന്ദർശിച്ചു. റിയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയവും അത് ഒരു 3 മണിക്കൂറോളം ഞാൻ അതിന്റെ കംപ്ലീറ്റ് സ്റ്റേഡിയവും അതിന്റെ മ്യൂസിയവും എല്ലാം സന്ദർശിച്ചു. അപ്പൊ അവിടെ ഒരു ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ രാജ്യത്തിന്റെ തന്നെ പാർട്ടായി, ഒരു വ്യക്തിയുടെ സ്റ്റേഡിയം ആയിരിക്കാം, ഒരു ക്ലബ്ബ് വ്യക്തിയുടെ ആയിരിക്കും, പക്ഷേ അതിലൂടെ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന രാജ്യത്തിന് അറിയാം എങ്ങനെ അതിന്റെ സുവനീറുകൾ വിറ്റും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എങ്ങനെ അത് എല്ലാവർക്കും അതൊരു ബിസിനസ് അതിലൂടെ ഉണ്ടാകുന്ന ഒരു സ്പോർട്സ് കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ ആ രാജ്യം വികസിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു സ്റ്റേഡിയം, ഒരു ഫുട്ബോളിന് വേണ്ടി മാത്രം ഒരു സ്റ്റേഡിയം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതി, അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മുടെ എല്ലാ സ്റ്റേഡിയങ്ങളും മൾട്ടി പർപ്പസ് ആണ്. അത് ക്രിക്കറ്റിന് ഉപയോഗിക്കും, അത് കഴിഞ്ഞ് അമ്മയുടെ താര പ്രോഗ്രാമിന് ഉപയോഗിക്കും, അത് കഴിഞ്ഞ് ഫുട്ബോളിന് ഉപയോഗിക്കും. ഇത് മാറിയിട്ട് ചിലപ്പോൾ സച്ചിന്റെ ഇങ്ങനെയുള്ള പുതിയ നീക്കങ്ങള് ഒരു ഫുട്ബോൾ മാത്രം ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു സ്റ്റെപ്പായിരിക്കും. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഒരു ഇന്റർനാഷണൽ ലെവലിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ താരങ്ങൾ വന്ന് നമ്മുടെ ഇവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ആ സ്റ്റേഡിയവും കൈക്കലാക്കും ഇവർ സ്റ്റേഡിയം പണിയാനുള്ള, സ്വന്തം പേരിൽ സ്റ്റേഡിയം തന്നെ പണിയാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ഇവർക്കുണ്ടാവും. അതുപോലെ ഫെസിലിറ്റികൾ ഒരുക്കണം, അതുപോലെ ട്രെയിനിങ് സെന്ററുകൾ ഒരുക്കണം, അതുപോലെ എല്ലാ ലെവലിലും ഒരുക്കാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. സച്ചിനെ പോലുള്ള വലിയ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, അത് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ താരങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യൻ താരങ്ങളുമായിട്ട് ചേർത്ത് കളിക്കുമ്പോൾ ഇപ്പൊ IPL തന്നെ നമ്മൾ ആദ്യം ഫോം ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ IPL നല്ല പ്രോഫിറ്റുകൾ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ അത് കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ഫുട്ബോളിൽ നല്ല ഭാവി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. ഡോക്ടർ രവികുമാർ, ഒരുപക്ഷെ കൊച്ചി ആസ്ഥാനമാക്കി ഒരു ക്ലബ്ബ് വരിക എന്നത് കേരളത്തിലെ മുഴുവൻ കാണികളെയും ആഹ്ലാദിപ്പിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ഫുട്ബോൾ ആരാധകരുള്ള,
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ള മലബാർ മേഖലയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയില്ല. ഈ അർത്ഥത്തിൽ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ആ അർത്ഥത്തിൽ ഒരു ഫുട്ബോൾ ടൂറിസമായി വളർത്തിയെടുത്തുകൊണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കിയാൽ ഒരു പക്ഷേ കേരളത്തിലെങ്കിലും ഫുട്ബോൾ കൂടുതൽ വേര് പിടിക്കാൻ ഇടയാക്കില്ലേ? തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ നമുക്കില്ലാത്തത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ടൂർണമെന്റുകളെല്ലാം നിലച്ചുപോയത്. ഒരു കാലത്ത് 7 or 8 അഖിലേന്ത്യാ ടൂർണമെന്റുകൾ നടത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കണ്ണൂർ എസ് എൻ ട്രോഫി മുതൽ നമ്മളിങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് സേഡ് മാഗ്ജി, തൃശൂർ ചാക്കോള, മാമൻ മാപ്പിള ട്രോഫി, കോട്ടയം KFA ഷീൽഡ്, GV രാജ, ഇങ്ങനെ ഒത്തിരി ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഫുട്ബോൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ മലബാർ മേഖലയിലാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. കാരണം അവിടെയാണ് ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അരീക്കോട് പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഈ 7th ടൂർണമെന്റ് എന്തുകൊണ്ട് ഫ്ലറിഷ് ചെയ്യുന്നു? കാരണം അവിടെ അതുപോലെ ഭ്രാന്താണ്. ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അർജന്റീനയ്ക്കും ബ്രസീലിന്റെയും ഷർട്ടുകൾ ഇട്ടുകൊണ്ട് ആരവം കൊള്ളുന്ന കാണികളുള്ള പ്രദേശമാണ്. ഇപ്പോഴും നമ്മൾ സെൻട്രലൈസ് ചെയ്ത് കൊച്ചിയിലെ ഒരു ക്രിക്കറ്റിനായിട്ട് പറഞ്ഞത് ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് ഇപ്പം സജിൻ പോലും സ്വന്തം ടീമിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഗോപകുമാർ പറഞ്ഞതുപോലെ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രാഞ്ചൈസി ഓണേഴ്സ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിൽ ഈ ISL അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും ഒരു ഉണർവ് നൽകും ഫുട്ബോളിനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ കൊച്ചി കണ്ട പല എക്സ്പെരിമെന്റുകളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. FC കൊച്ചിൻ നല്ല നിലയിൽ വന്നു, അതെവിടെ പോയി? അത് കഴിഞ്ഞ് വിവ കേരള, അതെവിടെ പോയി? അപ്പോ കൊച്ചിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ആശങ്കകൾ IPL വന്നപ്പോഴുള്ള ആശങ്കകൾ ഇതിലും നിലനിൽക്കുന്നുണ്ട്. ബിഗ് മണി ബിസിനസ് ആയിട്ട് ഇത് വരുമ്പോൾ മാച്ച് ഫിക്സിങ്, ബെറ്റിങ് ഇതിനെയൊക്കെ നേരിടാനായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബിഗ് മണി വരുമ്പോൾ ഈ ചെറിയ പ്ലേയേഴ്സിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പലയിടത്തെ മോഡൽസിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെയൊക്കെ ആ ഗ്യാപ്സിനെ എല്ലാം നമ്മൾ പ്ലഗ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫുട്ബോൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിൽ ഉയർത്തെഴുന്നേക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ്. പക്ഷെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിന്റെ നടത്തിപ്പും ടോട്ടലി അൺപ്രൊഫഷണൽ വേയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ പ്രസിഡന്റ് സ്ഥാനത്ത് തൂങ്ങി നിൽക്കുന്ന ആൾക്കാര്, 88 വയസ്സുള്ള ഒരാളാണെന്ന് തോന്നി ഇപ്പോഴും അതിന്റെ ട്രഷറർ, ബാംഗ്ലൂർ ബേസ്ഡ് ആളാണ്, ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഇവരൊക്കെ ഈ അഡ്മിനിസ്ട്രേഷന് വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എനിക്കിന്ന് 58 വയസ്സായി, ഞാൻ 22 വയസ്സ് മുതൽ ഫുട്ബോൾ കവർ ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും ഒരേ ആൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ട്രഷറർ സ്ഥാനത്തിരിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോൾ എവിടെ എത്തി? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരണം, ടോട്ടൽ പ്രൊഫഷണലിസം വരണം. എങ്കിൽ മാത്രമേ ഫുട്ബോൾ വികസിക്കുകയുള്ളൂ ഇന്ത്യയിൽ. റൈറ്റ്. ഗോപകുമാർ, ഇവിടെ രവികുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ മാന്യന്മാരുടെ കളി എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് IPL-ന് ശേഷം എന്തായി എന്ന് നമുക്കറിയാം. വാതുവയ്പ് വിവാദങ്ങൾ, ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ കൂടാരമായി, ബ്ലാക്ക് മെയിൽ വെളുപ്പിക്കാനുള്ള മാർഗമായി IPL മാറി. പക്ഷേ ഫുട്ബോൾ വളരെ ആവേശമുയർത്തുന്ന, ഒരുപക്ഷെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെങ്കിലും മാഫിയകളുടെയും മറ്റും പിന്തുണയുണ്ടെന്ന് കരുതപ്പെടുന്ന ഫുട്ബോളിന് പക്ഷേ ലീഗ് മത്സരങ്ങളിൽ, ക്ലബ്ബ് ഫുട്ബോളിൽ പക്ഷേ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ ഏറെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയിൽ IPL-ന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സൂപ്പർ ലീഗിനും അതേ അനുഭവങ്ങൾ വരുമോ എന്ന ആശങ്ക ഉയരുന്നില്ലേ? അല്ല, ഈ മാഫിയ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയി കഴിഞ്ഞാൽ ആ ബിസിനസ്സിനകത്ത് പലരും വരും. അത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പ്രോഫിറ്റ് കിട്ടണം. അതിനനുബന്ധമായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നവർ അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ പുറത്ത് തേർഡ് പാർട്ടികളുടെ പുറത്ത് നിന്ന് ബെറ്റിംഗ് നടത്തും. അപ്പൊ ഈ ബെറ്റുകൾ നടത്തുന്നവരെയും ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന് റെഗുലേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ റെഗുലേഷൻസ് കൊണ്ടുവരണം. ഇതിനകത്ത് പ്ലെയേഴ്സിന്റെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്ലെയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നവരും. കാരണം പുറത്ത് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് രീതി നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു രീതിയിൽ ഇതിനെക്കുറിച്ചൊരു ഇതുവരെ അത് നടന്നിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ അത്രയും വലിയൊരു ലാർജ് ഫ്രെയിമിലൊന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള മോഹൻ ബഗാനോ അങ്ങനെയുള്ള ക്ലബ്ബുകളാണ് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ടെമ്പോ, ഗോവ